നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ CPM അരിഞ്ഞു വീഴ്ത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് തീരുമാനം എടുത്തത്. PB അംഗങ്ങളുടെ പ്രായപരിധി 75 വയസ്സാക്കി നിജപ്പെടുത്തി പിണറായിയെ PBയിൽ നിന്നും പുറത്താക്കാനാണ് തീരുമാനം. 2025 നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിലായിരിക്കും തീരുമാനം എടുക്കുക. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച നേതാക്കളുടെ 75 വയസ്സ് പ്രായപരിധി തുടരണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ തീരുമാനം. ഇത് ഒഴിവാക്കാൻ പിണറായി ശ്രമിച്ചിരുന്നു. പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ PB യോഗത്തിലാണ് പ്രായപരിധി പുനർപരിശോധിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഉയർന്നത്. പിണറായി വിജയൻ PBയിൽ തുടരുന്ന കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. പിണറായിയെ PBയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന താൽപര്യമാണ് PB അംഗങ്ങൾക്കുള്ളത്. 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം പിണറായിയെ ഉറ്റുനോക്കി. ആർക്കെങ്കിലും ഇളവ് നൽകുമോ എന്ന് ചർച്ച വന്നപ്പോൾ ബംഗാൾ സഖാക്കൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. PBയിൽ പുതിയ ടീം വരട്ടെ എന്നാണ് എല്ലാവരുടെയും താൽപര്യം. പിണറായിയുടെ BJP താൽപര്യമാണ് എതിർപ്പിന് പ്രധാന കാരണം. കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് 75 വയസ്സ് എന്ന പ്രായപരിധി പാർട്ടി നിജപ്പെടുത്തിയത്. നിലവിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, പിണറായി വിജയൻ, സൂര്യകാന്ത് മിശ്ര, G രാമകൃഷ്ണൻ, സുഭാഷ്ണി അലി എന്നിവർക്ക് 75 വയസ്സ് പൂർത്തിയായി. ഇവരെല്ലാം പുറത്താകും. അവർ മാറി നിൽക്കട്ടെ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഘട്ടത്തിലാണ് ഇതിൽ മാറ്റം വേണമെന്ന നേതൃത്വത്തിൽ തന്നെ ആവശ്യം ഉയർന്നത്. തമിഴ്നാട്ടിൽ നടക്കുന്ന 24 പാർട്ടി കോൺഗ്രസിന് വേണ്ടിയുള്ള കരട് രേഖകൾ ചർച്ച ചെയ്യുന്നതിനായുള്ള 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഞായറാഴ്ചയാണ് അവസാനിച്ചത്. പ്രായപരിധി മാനദണ്ഡം പാർട്ടിക്ക് ഗുണമാകില്ല എന്ന മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണം എന്ന തീരുമാനം പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണം. ചട്ടം കൊണ്ടുവന്നിട്ട് കുറച്ചു വർഷമേ ആയിട്ടുള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ എന്നും ഈ ചട്ടം ഇരുമ്പ് ഉലക്ക ഒന്നുമല്ലല്ലോ എന്നും സുധാകരൻ ചോദിച്ചു. EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നുവെങ്കിൽ അവർ എന്നെ റിട്ടയർ ചെയ്ത് പോകേണ്ടി വന്നേനെ എന്നും അദ്ദേഹം പറയുന്നു. 75 വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാം അംഗീകരിച്ചു. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ? ചട്ടം ഇരുമ്പുലക്കയൊന്നുമല്ലല്ലോ. പറ്റിയ നേതാക്കളെ കിട്ടാതെ വന്നാൽ എന്തു ചെയ്യും? 75 വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ വയസ്സായതുകൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സുധാകരൻ ചോദിച്ചു. EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? പിണറായി വിജയന് 75 വയസ്സു കഴിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ വേറെയാള് വേണ്ടേ? പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയത്. പാർട്ടി പരിപാടിയിൽ ഇല്ലാത്തൊരു ചട്ടമാണ് വിരമിക്കൽ. പറ്റിയ നേതാക്കളെ പൊതുജനങ്ങൾ ബഹുമാനിക്കുന്നവരെ കിട്ടാൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഇതെല്ലാം ഗൗരവമുള്ള കാര്യം തന്നെ. ഇതെല്ലാം സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. തോക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അയാൾ തോറ്റുപോകും എന്നറിയാം, ചുമ്മാതെ നിർത്തുകയാണ്. പാർലമെന്റിലെല്ലാം തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പലരും നിൽക്കുന്നത്? ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണെന്നും സുധാകരൻ പറയുന്നു. 2021 പിണറായി വിജയന്റെ രാഷ്ട്രീയ വസന്തം അസ്തമിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം കാത്തിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി എന്നിവിടങ്ങളിലെ പ്രായപരിധി 75 വയസ്സാക്കിയതോടുകൂടി 2021 നടന്ന പാർട്ടി കോൺഗ്രസിൽ നിന്നും പിണറായി പുറത്തു വന്നു എന്നാണ് കരുതുന്നത്. എന്നാൽ ഇളവ് കിട്ടി. പിണറായിയെ വെട്ടുക എന്ന ലക്ഷ്യത്തോടെ സീതാറാം യെച്ചൂരി രൂപം കൊടുത്ത ഡിസൈനാണ് PBയിലെ പ്രായപരിധി എന്നാണ് പിണറായി ഭക്തർ പറയുന്നത്. പിണറായി മാത്രമാണ് യെച്ചൂരിയെ എതിർത്ത് സംസാരിക്കാൻ കരുത്തുള്ളതായി PBയിലുണ്ടായിരുന്ന ഒരാൾ. കാരാടുണ്ടെങ്കിലും അദ്ദേഹം സമവായ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. സംസ്ഥാനത്ത് നിന്നുള്ള MA ബേബിയും യെച്ചൂരിയെ പൂർണ്ണമായി അനുകൂലിക്കുന്നവരായിരുന്നു. ബേബിയെ PB അംഗമായി കേരളത്തിൽ നിന്നും കടത്തിയത് പിണറായിയാണ്. PB അംഗമായെങ്കിലും ബേബി അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന് ആഗ്രഹം കേരളത്തിൽ തുടരാനായിരുന്നു. മരിക്കുമ്പോൾ 70 കഴിയാത്ത യെച്ചൂരിക്ക് വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എല്ലാവരോടും സൗമ്യനായി പെരുമാറുന്ന യെച്ചൂരിക്ക് അതിനുശേഷം പ്രായത്തിൽ ഇളവ് നൽകുവാനും സാധ്യത ഉണ്ടായിരുന്നു. 2018 ഏപ്രിൽ 18 മുതൽ 22 വരെ ഹൈദരാബാദിൽ നടന്ന CPM 22ാം പാർട്ടി കോൺഗ്രസ് ആണ് 22ാമത്തെ PBയെ തെരഞ്ഞെടുത്തത്. 17 അംഗ പോളിറ്റ് ബ്യൂറോ ആണ് നിലവിലുള്ളത്. പിണറായി ഒഴിച്ച് PBയിൽ ബാക്കിയുള്ളവരെല്ലാം യെച്ചൂരി പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. എന്നാൽ പിണറായി യെച്ചൂരിക്കെതിരെ കർശന നിലപാടാണ് സ്വീകരിച്ചത്. യെച്ചൂരിയെ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിൽ അയക്കുവാനുള്ള നീക്കം തടഞ്ഞത് പിണറായിയാണ്. യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കുക എന്നത് സോണിയാഗാന്ധിയുടെ താൽപര്യമായിരുന്നു. മോദിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കാൻ യെച്ചൂരിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു സോണിയയുടെ ശ്രമം. എന്നാൽ യെച്ചൂരി കോൺഗ്രസിന്റെ ചെലവിൽ രാജ്യസഭയിലേക്ക് പോകേണ്ട എന്ന് പിണറായി തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് യെച്ചൂരി പിന്മാറി.
അന്നു മുതൽ പിണറായിയും യെച്ചൂരിയും പൂർണ്ണമായി തെറ്റി. പാർട്ടി സെക്രട്ടറി പാർലമെന്റ് അംഗമാകുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് പിണറായി അന്ന് പറഞ്ഞത്. കേരളത്തിൽ നിന്നും വീരേന്ദ്രകുമാറിന്റെ ഒഴിവിൽ യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കാമായിരുന്നു. എന്നാൽ അത് സംഭവിക്കാതിരിക്കാനാണ് വീരൻ ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ തന്നെ പിണറായി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചത്. പ്രകാശ് കാരാട്ടിന്റെ സ്വന്തം ആൾ എന്നാണ് പിണറായി അറിയപ്പെടുന്നത്. എസ് രാമചന്ദ്രൻ പിള്ളയും പിണറായിയുടെ അടുപ്പക്കാരനാണ്. പിണറായി ഇവരുടെ ഗ്രൂപ്പിലാണ് ഉള്ളത്. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി മലയാളികൾ വരാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുത്തുകൾ നീക്കുകയായിരുന്നു. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമി ആരാകുമെന്നാണ് രാഷ്ട്രീയ ലോകം ഇനി ഉറ്റുനോക്കുന്നത്.